ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ചോക്ലേറ്റ് ഫഡ്ജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെറും 2 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കണം. അപ്പോൾ പാത്രത്തിന്റെ അളവിലുള്ള ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ തടവി വെച്ചാൽ മതി. ആദ്യത്തെ ചേരുവ ചോക്ലേറ്റ് ആണ്. സെമി സ്വീറ്റ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാം ഉണ്ട് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഇതൊരു വലിയ ബാർ ആയതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെച്ച് മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റിന്റെ പാത്രം വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരാൻ തുടങ്ങും. വെള്ളം ചൂടായി കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇങ്ങനെ ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. ഈ സമയത്താണ് നമുക്കിതിലേക്ക് രണ്ടാമത്തെ ചേരുവയായ മിൽക്ക്മെയ്ഡ് ചേർക്കേണ്ടത്. 250 ഗ്രാം മിൽക്ക്മെയ്ഡ് ആണ് ചേർക്കുന്നത്. ചൂടായി അലിഞ്ഞ ചോക്ലേറ്റിലേക്ക് മിൽക്ക്മെയ്ഡും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. വെറും 2 മിനിറ്റ് മതി ഇത് റെഡി ആവാനായിട്ട്. 1 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. വീണ്ടും 1 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ വേണ്ടൂ. ഈ ഒരു രീതിയിൽ റെഡി ആവുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. മുകളിലൊക്കെ സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 1.5-2 മണിക്കൂറോളം വെച്ചാൽ മതി. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ദേ നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് ഇവിടെ റെഡിയാണ്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിലുള്ള 40 ചോക്ലേറ്റ് ഫഡ്ജാണ് കേട്ടോ നമുക്കിതിന്ന് കിട്ടിയിട്ടുള്ളത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആണ്, ടേസ്റ്റിയാണ്. അറിയാത്തവർ ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്